യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിന്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകളും കുറവുകളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനെ ഓർത്ത് നമ്മൾ ഒത്തിരി സങ്കടപ്പെടാറുണ്ടല്ലേ? ഈ കുറവുകളെ, കുറ്റങ്ങളെയൊക്കെ ഒന്ന് എടുത്തു മാറ്റണേ എന്ന് ദൈവത്തിനു മുൻപിൽ നമ്മൾ കരഞ്ഞപേക്ഷിക്കാറുമുണ്ട്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാട്ടിത്തരുന്ന മാതൃക മറ്റൊന്നാണ്. ബൈബിളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തിയവരൊക്കെയും ബലഹീനതകളും കുറവുകളും ഒക്കെ ഉള്ളവരായിരുന്നു. ആ കുറവുകളെ ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ചപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങൾ നമുക്കും വലിയ പാഠങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ, കുറവുകളെ ദൈവസ്നേഹത്തോട് ചേർത്ത് വെക്കേണ്ടത് എങ്ങനെയെന്ന്, ദൈവത്തിന്റെ സ്നേഹമായി അവയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തോട് നമ്മെ ചേർത്ത് വെക്കുമ്പോൾ ജീവിതം അനുഗ്രഹപ്രദമായി മാറുന്നത് എങ്ങനെയെന്ന് ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജിറ്റു, വീട് കുറുമുള്ളൂർ. 4 വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. 7 വർഷമായി ഇറ്റലിയിൽ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിയിട്ട് എനിക്ക് സ്ഥിരമായൊരു ജോലി ലഭിക്കുന്നില്ലായിരുന്നു. ദൈവം അവിടുന്ന് എന്നെ എൻ്റെ ഹസ്ബൻഡിനെ ജർമ്മനിയിൽ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടി സ്ഥിരമായി ജോലി നൽകുകയും ചെയ്തു. കഴിഞ്ഞ വർഷം എൻ്റെ അമ്മയ്ക്കൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ ദൈവം കാത്തുരക്ഷിച്ചു. ദൈവം എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞ ഷേമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നയിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട മേഖലയിലെ ദൈവവചനത്തിലേക്കാണ്. ഷേമ ഇസ്രായേലിലൂടെ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇസ്രായേലെ കേൾക്കുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ആ കർത്താവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും കാണുന്നില്ല. യോഹന്നാൻ തൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താനും ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് പറഞ്ഞു തരാനും വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ അധികം വിശദീകരിക്കുന്നില്ലെങ്കിലും കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന അത്ഭുതം യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ സമറിയക്കാരിയുമായുള്ള സംവാദം അത് പ്രതിപാദിക്കുന്നത് യോഹന്നാൻ മാത്രമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിലാണ്. അത് മറ്റൊന്നുമല്ല, ജന്മന അന്ധനായ ഒരു മനുഷ്യൻ യേശു കടന്നു വരുന്ന വഴിയിൽ ഇരിപ്പുണ്ട്. അവൻ യേശുവിൻ്റെ സമീപത്ത് കടന്നു വന്നിട്ട്
യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ യേശു കടന്നു പോകുന്ന വഴിയിൽ ഇരിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ കടന്നു പോകുന്ന വഴിയിൽ ഇരിക്കുന്ന അവൻ, ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. ഈശോ ഇടപെടുന്നത് തന്നെ, ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത് തന്നെ ഇങ്ങനെയാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവൻ എന്തുകൊണ്ടാണ് അന്ധനായത്? പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഉത്തരം പറയാൻ കടമയുള്ള ദൈവത്തിൻ്റെ പുത്രൻ, ഈ ലോകത്തുള്ള സകല സൃഷ്ടികൾക്കും അധികാരപ്പെട്ടവൻ, ഈ ലോകത്തുള്ള സകല സൃഷ്ടികളുടെയും ഉടയവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനോടാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഇവൻ എന്തുകൊണ്ടാണ് അന്ധനായത്? ഇവൻ്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഇവൻ്റെയോ പാപം മൂലമാണ്. യഹൂദരുടെ ഇടയിൽ ഒരു പ്രത്യേക വിശ്വാസമുണ്ടായിരുന്നു. അതായത് ചില രോഗാവസ്ഥകളൊക്കെ പാപത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നതാണ്. പ്രത്യേകിച്ച് അന്ധത പോലുള്ള അവസ്ഥകൾ, ജന്മനാ ഉള്ള അന്ധതയൊക്കെ കടന്നു വരുന്നത് മാതാപിതാക്കളുടെ പാപം മൂലമാണെന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു അത്. അതുപോലെ തന്നെ മക്കളുണ്ടാവാത്ത ഭാര്യ, പെൺകുട്ടി, അങ്ങനെയുള്ള, അതായത് വന്ധ്യയായ പെൺകുട്ടി, അത് സ്ത്രീ, അവളെക്കുറിച്ച് പറയുന്നത് അതും ദൈവത്തിൻ്റെ ഒരു ശാപമായി, അതായത് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടൊക്കെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈശോ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരായ ശിഷ്യർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഒത്തിരിയേറെ അർത്ഥവും വ്യാപ്തിയുമുണ്ട്. ആരുടെ പാപം മൂലമാണ് ഇവൻ അന്ധനായി തീർന്നത്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമാണോ? പ്രിയപ്പെട്ടവർ, യേശു അതിന് നൽകുന്ന മറുപടി ഇതാണ്: ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൊടുക്കുന്ന ഉത്തരം ഇതാണ്: ആരുടെയും പാപം മൂലം അല്ല ഇവൻ അന്ധനായിരിക്കുന്നത്. ഇവൻ്റെയും ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. കർത്താവിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകേണ്ടതിന്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിന്. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ബാക്കി ഒരു സൃഷ്ടവസ്തുക്കൾക്കും ഇല്ലാത്ത ഒരു പൂർണ്ണത മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ബുദ്ധിയും കഴിവും, ചിന്തിക്കാനുള്ള കഴിവും, ചിരിക്കാനുള്ള കഴിവും, ക്ഷമിക്കാനുള്ള കഴിവും ഒക്കെ മനുഷ്യന് കൊടുത്തു. അതൊക്കെ പ്രത്യേകമായിട്ട് ദൈവം മനുഷ്യന് മാത്രം നിക്ഷേപിച്ച കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എങ്കിലും മനുഷ്യൻ പൂർണ്ണനല്ല. ഞാനും നിങ്ങളും, നമ്മളാരും പൂർണ്ണരല്ല. ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്ന പൂർണ്ണത മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ പോലെ പൂർണ്ണരല്ല നമ്മളാരും. പൂർണ്ണതയിലേക്ക് വളരുന്നവരാണ്. വിശുദ്ധരായ വ്യക്തികളൊക്കെ അവരുടെ അപൂർണതകളെ മനസ്സിലാക്കി, എവിടെയൊക്കെയാണ് കുറവുകൾ, ബലഹീനതകൾ, അതൊക്കെ മനസ്സിലാക്കി പൂർണ്ണതയിലേക്ക് വളർന്നവരാണ് അവരൊക്കെ. പൂർണ്ണതയിലേക്ക് വളർന്ന് സ്വർഗത്തിൽ എത്തിച്ചേർന്നവരാണ് അവരൊക്കെ. അതുകൊണ്ട് മനുഷ്യരാരും തന്നെ പൂർണ്ണരല്ല. കുറവുകൾ ഉണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങൾ കുറവുകളാവാം, ഇതുപോലുള്ള ജന്മനാവുള്ള കാര്യങ്ങൾ കുറവുകളാവാം, അന്ധതയും ബധിരതയും ജന്മനാവുള്ള ഒരുപക്ഷെ ഓട്ടിസവും ബുദ്ധിമാന്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവുകളാകാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു കുറവ് എല്ലാവരിലും നിക്ഷേപിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഓരോരോ മേഖലകളിൽ അവരവരുടേതായ കുറവുകളുണ്ട്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് പരാതി പറയുന്നത്, എനിക്ക് മാത്രം ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നിരിക്കുന്നത്, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നിരിക്കുന്നത്. ഇതിനുള്ള ഉത്തരം പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പൗലോസ്ലീഹയുടെ ശരീരത്തിലെ മുള്ളുകളെക്കുറിച്ച്. അവൻ്റെ ശരീരത്തിലുള്ള മുള്ളുകൾ, ആ മുള്ളുകളെ എടുത്തു മാറ്റി തരുവാൻ കർത്താവിനോട് 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ നൽകുന്ന ഉത്തരം ഇതാണ്: അതവിടെ ഇരിക്കട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹായോട് ദൈവം കൊടുക്കുന്ന ഉത്തരം. മുള്ളെന്തുമായിക്കോട്ടെ, എന്തോ ഒരു കുറവ്, എന്തോ ഒരു ബലഹീനത, എന്തോ ഒരു രോഗാവസ്ഥ, എന്തോ ഒരു അസ്വസ്ഥത, അത് പൗലോസ്ലീഹായെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. തീ പോലെ സുവിശേഷം പ്രസംഗിച്ചിരുന്ന, കർത്താവിന് വേണ്ടി ഓടി നടന്ന് കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ആ കുറവുകൾ അവശേഷിപ്പിച്ചത് കർത്താവിൻ്റെ കൃപ അവന് സമൃദ്ധമായിട്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് പൗലോസ്ലീഹായ്ക്ക് പറഞ്ഞു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന കുറവുകളെ ഓർത്ത് നമ്മൾ ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല.
നമ്മുടെ ഒരു കുഞ്ഞിന് ഒരു കുറവുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കുഞ്ഞിന് കഴിവ് കുറവുണ്ടെങ്കിൽ, നമ്മുടെ ഒരു മകന് ഒരു മകൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പ്രിയപ്പെട്ടവർ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. നിനക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നിനക്കൊരു അംഗവൈകല്യമുണ്ടെങ്കിൽ, നിനക്ക് അംഗപരിമിതി ഉണ്ടെങ്കിൽ, നിനക്കുള്ള പരിമിതികളെ നീ സ്നേഹിക്കാൻ ശ്രമിക്കണം. കാരണം ദൈവം അറിഞ്ഞിട്ട് നിനക്ക് തന്നിരിക്കുന്ന പരിമിതിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പരിമിതിയെ സ്നേഹിക്കാൻ ഞാൻ നിങ്ങൾ പഠിക്കണം. അത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിന്നിൽ പ്രകടമാകാൻ വേണ്ടി ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന കുറവാണെന്ന് മനസ്സിലാക്കാം. ആ കുറവാണ് നിന്നെ ദൈവത്തിലേക്ക് നടത്തേണ്ടത്. ആ കുറവാണ് നിന്നെ ദൈവത്തിലേക്ക് ഉയർത്തേണ്ടത്. ആ കുറവാണ് നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് മോശയുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് നയിച്ച് മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് കാനാൻ ദേശത്തിൻ്റെ വക്കോളം എത്തിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മോശയാണ്. മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ, മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശ ഒരു മനുഷ്യനെ കൊന്നിട്ട് നാടുവിട്ട് മിദിയാനിലേക്ക് പോയി അമ്മായിപ്പനായ ജത്രോയുടെ കൂടെ വസിക്കുന്ന സമയത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശ ഇപ്രകാരം ഉത്തരം പറയുന്നുണ്ട്: ഞാൻ വിക്കനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല, അതുകൊണ്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നു, നീ വിക്കനാണെന്ന് എനിക്കറിയാം, വിക്കനാണെന്ന് എനിക്കറിയാം, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാനാണ് നിന്നെ അയക്കുന്നത്, നീ ഈ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുക. അപ്പോൾ കുറവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള വലിയൊരു ഒരു 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 അഭിവാഞ്ച ദൈവത്തിൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിൽ അറിവും വിജ്ഞാനവും പാണ്ഡിത്യവും അതുപോലെ തന്നെ കഴിവുകളും നിയമം പഠിച്ചിട്ടുള്ള, ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരുപാട് പേരെ തഴഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരായ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. പാവപ്പെട്ടവരായ മുക്കുവർ, പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളവർ, പലപ്പോഴും ജീവിതത്തിൽ തകർച്ചകൾ അനുഭവിച്ചിട്ടുള്ളവർ, പലപ്പോഴും ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നുമൊക്കെ മാറി നടന്നിട്ടുള്ളവർ, യേശുവിൻ്റെ അടുത്തുനിന്ന് പോലും മാറി നടക്കാൻ ആഗ്രഹിച്ച അപ്പസ്തോലന്മാരെയാണ് ഈശോ വിളിച്ച് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തി അയക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് കുറവുകൾ ഒരിക്കലും, പ്രത്യേകിച്ച് ജന്മനാവുള്ള കുറവുകൾ, ദൈവം നൽകിയിരിക്കുന്ന ആ കുറവുകൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതാണെന്ന് തിരിച്ചറിയുക. പലപ്പോഴും പലരും ഈ കുറവുകളിൽ വീണ് കിടന്നിട്ട് അങ്ങനെ ജീവിതം നശിപ്പിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നശിപ്പിക്കാനുള്ള അല്ല ജീവിതം. ഈശോ പഠിപ്പിക്കുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമല്ല, പിന്നെയോ കർത്താവിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായിരിക്കുന്നത്. അത് ജന്മനാ ഉള്ള കുറവാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജന്മനാ കുറവുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം അങ്ങനെ ഒരു കാര്യം, ആ കുറവ് നിൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത് നീ ആ കുറവുകളോടുകൂടി കർത്താവിലേക്ക് പോകാനും, ആ കുറവുകൾക്ക് പകരമായി ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തിരിച്ചറിയാനും, ആ കുറവുകൾക്ക് പകരമായി സന്തോഷത്തോടെ ആ കുറവുകളെ സ്വീകരിക്കുമ്പോൾ ദൈവം നിനക്ക് നൽകുന്ന കൃപകൾ സ്വീകരിക്കാനും ആ കൃപകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും, അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാനും വേണ്ടിയാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ജന്മനാ കുറവുകളുള്ള, ബലഹീനതകളുള്ള, ജന്മനാ പ്രശ്നങ്ങളുള്ള പല മക്കളും പല ചെറുപ്പക്കാരും അവരാ അവസ്ഥയെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, അവരാ അവസ്ഥയെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവർക്ക് മറ്റാർക്കുമില്ലാത്ത കഴിവുകളും മറ്റാർക്കുമില്ലാത്ത തരത്തിലുള്ള വലിയ അഭിഷേകവും ഒക്കെ അവരുടെ ഉള്ളിൽ വന്ന് നിറയുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ വേണ്ടിയാണ്. ഇനി ഈശോ ചെയ്തത് എന്താണെന്നറിയാമോ? യേശു അവനെ അടുത്ത് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. അവനെ അടുത്ത് വിളിച്ചിട്ട് നിലത്ത് തുപ്പി. യേശു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് പറഞ്ഞു, നീ പോയി സീലോഹാ കുളത്തിൽ കഴുകുക. പ്രിയപ്പെട്ടവരെ, അവൻ വെറുതെ അവിടെ ഇരുന്നവനാണ്. യേശു കടന്നു വരുന്ന വഴിയിൽ വെറുതെ ഇരുന്നവനാണ്. ശിഷ്യന്മാരിങ്ങനൊരു ചോദ്യം ചോദിക്കുന്നു, അതൊരു കാരണമാകുന്നു. യേശു അവനെ വിളിക്കുന്നു, അതിനുശേഷം ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നു, പോയി കഴുകാൻ പറയുന്നു. അവൻ അനുസരിച്ചു. അവൻ പോയി സീലോഹാ കുളത്തിൽ പ്രിയപ്പെട്ടവരെ അവൻ തൻ്റെ മുഖം കഴുകി, കണ്ണ് കഴുകി. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കണ്ണിന് കാഴ്ചയില്ലാത്തവൻ അവൻ സീലോഹാക്കുളം അന്വേഷിച്ചു പോയി. എന്തിനാണ്? കർത്താവ് പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ വേണ്ടി കണ്ണിന് കാഴ്ചയില്ലാത്തവൻ സീലോഹാക്കുളം അന്വേഷിച്ചു പോയി. സീലോഹാക്കുളത്തിൽ അവൻ കണ്ണ് കഴുകി, അവന് സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, അവന് പരിപൂർണ്ണ സൗഖ്യം കിട്ടുന്നതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറി. അതായത് അവൻ്റെ കുറവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈശോയെ അനേകർ അന്വേഷിക്കുവാനുള്ള കാരണമായി മാറി. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ കൂട്ടുകാരും ഫരിസേയരും പ്രമാണിമാരും ഒക്കെ അവനോട് ചോദിക്കുന്നത്, ആരാണ് നിനക്ക് ഈ സൗഖ്യം നൽകിയത്? എവിടെ നിന്നാണ് നിനക്ക് ഈ സൗഖ്യം തന്നത്? ആ മനുഷ്യൻ്റെ പേരെന്താണ്? പ്രിയപ്പെട്ടവരെ, ആ കുറവ് അത് കർത്താവ് നികത്തി കൊടുത്തപ്പോൾ ആ കുറവ് അവൻ കുറവുമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. കർത്താവ് ആ കുറവിൻ്റെ മേൽ പ്രവർത്തിച്ചപ്പോൾ അതുവഴി യേശുവിനെ അറിയാൻ,
അതുവഴി സൗഖ്യം തന്നവനെ അറിയാൻ ഒരുപാട് പേർക്ക് കാരണമാകുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ മഹത്വം പ്രകടമാകാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ വേണ്ടി തന്നിരിക്കുന്ന കുറവുകളെ സ്നേഹിക്കണം. ഞാനും നിങ്ങളും നമ്മുടെ കുറവുകളെ സ്നേഹിക്കണം. ദൈവമായിട്ട് അനുവദിച്ച് തന്നിരിക്കുന്ന കുറവുകളെ സ്നേഹിക്കണം. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം എന്നിലൂടെയും നിങ്ങളിലൂടെയും പ്രകടമാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് അവൻ പോകുന്ന വഴിയിൽ പലരും ചോദിക്കുന്നുണ്ട്, ആ പറഞ്ഞു തന്നവൻ, അതായത് ആ സൗഖ്യം തന്നവൻ്റെ പേരെന്താണ്, അവൻ എവിടുത്തുകാരനാണ്, അവൻ എങ്ങനെയുള്ള ആളാണ്? പ്രിയപ്പെട്ടവർ, ഈ മകൻ അറിയില്ല. ഈ അന്ധനായ മനുഷ്യന് ഈശോയെക്കുറിച്ച് വ്യക്തമായൊന്നും അറിയില്ല. കാരണം അവന് കാഴ്ച ലഭിക്കുന്നതിന് മുമ്പാണ് യേശു കടന്നുപോയത്. അവന് ശരിക്കുള്ള കാഴ്ച ലഭിക്കുന്നതിന് മുമ്പാണ് അവൻ്റെ കണ്ണിൽ ചെളി കൊണ്ട് പുരട്ടിയത്. എന്നിട്ട് പോയി കഴുകാൻ പറഞ്ഞതനുസരിച്ചു അവന് കാഴ്ച കിട്ടി. അതല്ലാതെ അവന് യേശു ആരാണെന്നോ യേശു എവിടെ നിന്നുള്ള ആളാണെന്നോ ഒന്നും അവനറിയില്ല. പക്ഷെ അവന് ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ദൈവമാണ് എനിക്ക് സൗഖ്യം നൽകിയത്. ഏത് വ്യക്തിയിലൂടെയാണെങ്കിലും ദൈവമാണ് എനിക്ക് സൗഖ്യം നൽകിയെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിന് ആ ഉത്തരം അവൻ കൊടുക്കുന്നുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം അവൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഇത് ഈ അന്ധനായി സൗഖ്യം കിട്ടിയ മനുഷ്യൻ പറയുന്ന കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം. അതായത് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പലരുടെയും നടുവിൽ നിന്നുകൊണ്ട് അവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഏതായാലും എനിക്ക് സൗഖ്യം തന്നത് ദൈവമാണ്, ആരിലൂടെ ആവട്ടെ എനിക്ക് സൗഖ്യം തന്നത് ദൈവമാണ്. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് അവൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പാപിയായിരുന്നില്ല, എൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമൊന്നും അല്ല ഞാനിങ്ങനെയായി തീർന്നത്. ഏതായാലും ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പാപിയായതുകൊണ്ടല്ല, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്ന, എൻ്റെ മാതാപിതാക്കളെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം നമുക്ക് അവനൊരു വലിയ ഉൾക്കാഴ്ച തരികയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ ഉൾക്കാഴ്ച തരികയാണ്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എല്ലാ പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം പാപമാണ്. എല്ലാ പുസ്തകങ്ങളുടെയും പരാമർശ വിഷയം പാപമാണ്. കാരണം മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുവാൻ കാരണമാകുന്ന 2 അക്ഷരമാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രക്ഷാകര ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം, യേശുവിൻ്റെ ദൗത്യം പാപത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശു മനുഷ്യനായി അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാകര ദൗത്യങ്ങളുടെ തുടർക്കഥയായ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ പറ്റും പാപത്തെക്കുറിച്ചുള്ള പ്രമേയം, പാപത്തെക്കുറിച്ചുള്ള വിഷയം. കാരണം പാപമാണ് മിസ്സിംഗ് മാർക്ക്, ദൈവത്തെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട, അതിന് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട കണ്ണി പാപമാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് കേൾക്കുന്നില്ല. അതുതന്നെയാണ് ഈ മനുഷ്യൻ വീണ്ടും പ്രഖ്യാപിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിൽ ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉള്ളിൽ കുഞ്ഞു പാപം, ചെറിയൊരു പാപമെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. കുമ്പസാരത്തിൻ്റെ മഹത്വം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് അനുദപിച്ച് കർത്താവിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തണം. നമ്മൾ കാണുന്നില്ലേ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈശോ പറയുന്ന സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയിൽ, ധൂർത്തപുത്രൻ എപ്പോഴാണ് പുതിയ വസ്ത്രം കൊണ്ട് അലങ്കൃതനാകുന്നത്? ധൂർത്തപുത്രൻ എപ്പോഴാണ് പുതിയ ചെരുപ്പ് കൊണ്ട് അണിയിക്കപ്പെടുന്നത്? ധൂർത്തപുത്രൻ എപ്പോഴാണ് അവന് നഷ്ടപ്പെട്ടു പോയ മോതിരം തിരിച്ചു കിട്ടുന്നത്? ധൂർത്തപുത്രൻ എപ്പോഴാണ് അവന് നഷ്ടപ്പെട്ടു പോയ സഹോദരനെ തിരിച്ചു കിട്ടുന്നത്, ജ്യേഷ്ഠ സഹോദരനെ തിരിച്ചു കിട്ടുന്നത്? ധൂർത്തപുത്രൻ എപ്പോഴാണ് അവൻ്റെ അപ്പനെ തിരിച്ചു കിട്ടുന്നത്? പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നടക്കുന്നത് അനുരഞ്ജനത്തിന് ശേഷമാണ്. അനുരഞ്ജനത്തിന് ശേഷമാണ് അവൻ്റെ നഷ്ടങ്ങളെല്ലാം അവന് തിരികെ ലഭിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ കിട്ടുന്നത്. അപ്പനെ തിരികെ കിട്ടുമ്പോൾ അവനെല്ലാം തിരികെ കിട്ടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അനുരഞ്ജനം പ്രധാനപ്പെട്ട കാര്യമാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് നമ്മൾ അറിയണം. പാപികളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്ന് അറിയണം. അതേസമയം വചനം പഠിപ്പിക്കുന്നുണ്ട്, സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നു, നീതിമാൻ്റെ പ്രാർത്ഥന ആകാശം തുളച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രാർത്ഥനയാണ്. അതായത് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ. അതുകൊണ്ട് പാപികളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം,
ഈ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് ഈ അന്ധൻ, സൗഖ്യം പ്രാപിച്ച അന്ധൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്: എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഇതാണ് ദൈവം ശ്രവിക്കുന്ന പ്രാർത്ഥന, ദൈവം കേട്ട പ്രാർത്ഥന. അവൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. അതായത് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉള്ളിലെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ കാരണം ഇതാണ്: ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അന്ധതയുണ്ടായിരുന്നു, ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ അന്ധനായിരുന്നു, എന്നിട്ട് ഞാൻ പാപത്തിൻ്റെ വഴികളിലൂടെ പോയിട്ടില്ല. പിന്നെയോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സൗഖ്യം കിട്ടിയ വ്യക്തി സുവിശേഷത്തിൽ പറയുന്ന വലിയ സാക്ഷ്യമാണ്. എനിക്ക് സൗഖ്യം കിട്ടാൻ കാരണം ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യണം. അങ്ങനെ അനുഗ്രഹമുള്ള, ദൈവാനുഗ്രഹമുള്ള മക്കളായി ജീവിക്കുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം ശ്രവിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് മാറ്റം വരുത്തി കടന്നു വന്നിരിക്കുന്നവരാണ് നമ്മൾ. ദൈവവചനം കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ തീരുമാനമെങ്കിലും നമ്മൾ എടുക്കണം. തീരുമാനങ്ങളെടുത്ത് മാറ്റം വരുത്തണം. നമ്മൾ വചനത്തിലൂടെ കേട്ടു, ഈശോ സൗഖ്യപ്പെടുത്തിയ അന്ധനായ മനുഷ്യൻ ഇപ്രകാരം പറയുന്നു: ദൈവം പാപികളുടെ പ്രാർത്ഥന ശ്രവിക്കുകയില്ല എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന അവൻ ശ്രവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടു നടക്കാം. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നീ പാപകരമായ അവസ്ഥയിൽ തുടരുന്ന വ്യക്തിയാണെങ്കിൽ, പാപത്തെ ന്യായീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പാപത്തെ തള്ളിപ്പറയുന്നതിന് പകരം പാപത്തെ സ്വീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവപ്രമാണങ്ങളുടെ ലംഘനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, നീ കുമ്പസാരത്തിലൂടെ പാപമോചനം നേടിയെടുക്കണം. നിൻ്റെ പാപമോചനമാണ് നിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നത്. കാരണം പരിശുദ്ധനായവൻ നൽകുന്നത് സ്വീകരിക്കുവാനുള്ള വിശുദ്ധി നിനക്കുണ്ടാവണം. പരിശുദ്ധമായ കരങ്ങളിലൂടെ നൽകുന്നത് സ്വീകരിക്കാനുള്ള വിശുദ്ധി നിനക്കുണ്ടാവണം. അതുകൊണ്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഒരു വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധിയാണ് അഭിഷേകം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പാപത്തെക്കുറിച്ച് ഓർത്തൊന്ന് അനുദപിച്ച് നമ്മുടെ കുറവുകളെക്കുറിച്ച് ഓർത്ത് കർത്താവിൻ്റെ മാപ്പ് ചോദിക്കുക. എന്നിട്ട് വേണം കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ നീട്ടാൻ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ജീവിച്ചാൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കൂ എന്ന് മനസ്സിലാക്കുക. കർത്താവെ അനുഗ്രഹിക്കണമേ, പാപങ്ങൾ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം ജോർദാൻ നദി കടക്കുന്നതിന് തൊട്ട് മുമ്പ് ജോഷുവ ജനത്തോട് പറയുന്നുണ്ട്, നദി കടക്കാൻ നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. കുലംകുത്തി ഒഴുകുന്ന നദി അത് കടക്കാനുള്ള തത്രപ്പാട് നിങ്ങൾക്ക് വേണ്ട. പകരം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നിൻ്റെ കർത്താവ് പ്രവർത്തിക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ വിശുദ്ധീകരണമാണ്. നിൻ്റെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ആ ആഗ്രഹത്തിന് വേണ്ടി നീ നിലകൊണ്ടാൽ, അതിനുവേണ്ടി നീ പ്രവർത്തിച്ചാൽ, അതിന് നീ തീരുമാനമെടുത്താൽ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. തീരുമാനമെടുക്കട്ടെ, കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കുക. നിന്റെ തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കുക. കർത്താവ് നിനക്ക് പാപമോചനം തരട്ടെ. തളർവാദ രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്നത് ആ സൗഖ്യത്തിന് മുമ്പ് അവൻ്റെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് പാപങ്ങളെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പാപം ചെയ്ത വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ വിശുദ്ധിയോടെ കർത്താവിനെ സമീപിക്കണം. വിശുദ്ധ മന്ദിരത്തെ സമീപിക്കുമ്പോൾ വിശുദ്ധിയോടെ സമീപിക്കണം. ഇനി 2-3 കാര്യങ്ങൾ ഇപ്രകാരമാണ്.
അന്ധനായ മനുഷ്യൻ നമ്മൾ പറയുന്നത്. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നമ്മൾ കേട്ട ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എവിടെയാണ് ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പോകുന്നത്? തീരുമാനമെടുക്കുക, മാറ്റം വരുത്താൻ തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ഹിതത്തിന് പകരമായി, ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ട് നമ്മൾ പോകുന്ന വഴികളെ ഒന്ന് മറന്നുപേക്ഷിക്കുക. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുക. ദൈവ പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, ദൈവവചനം നീ കേട്ടിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നീ നിലനിൽക്കുക. എന്നിട്ട് നീ ആരാധിക്കുക. അപ്പോൾ ആരാധനയുടെ ദൈവം, സ്തുതിയുടെ സിംഹാസനത്തിൽ വന്നിരിക്കുന്ന ദൈവം, വന്ന് വസിക്കുന്ന ദൈവം നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. നിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കും, നിനക്ക് ഉത്തരം നൽകും. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ആരാധിക്കുന്നവരുടെ മധ്യേ കടന്നു വരുന്ന ദൈവം, അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ കേട്ടത്. ആരാധിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. ആരാധന 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 ആരാധന. കർത്താവെ, ഇപ്പോൾ ലോകത്തെങ്ങും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിയുടെ സിംഹാസനത്തിൽ വാണരുന്നുള്ള ദൈവമേ, ആരാധനയുടെ നടുവിലേക്ക് കടന്നു വരണമേ. അങ്ങയുടെ മക്കളുടെ ഇഷ്ടങ്ങളിലേക്ക് കടന്നു വരണമേ, ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരണമേ, ഇവരുടെ തീരുമാനങ്ങളിലേക്ക് കടന്നു വരണമേ. അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒത്തിരി നാളുകളായിട്ട് തടസ്സങ്ങൾ കടക്കുന്ന മക്കളെ തടസ്സത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഇപ്പോൾ തന്നെ കർത്താവെ, ഈ നിമിഷം തന്നെ ഈ ആരാധനയോടുകൂടി തടസ്സങ്ങൾ മാറിപ്പോയി എന്നുള്ള വാർത്ത കേൾക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾ നൽകണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങളൊക്കെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും മാറിപ്പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ